എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളുടെ കഴിഞ്ഞ ഒരു 12 ദിവസമായി ശനി ഭഗവാന്റെ 2025 സ്ഥാനമാറ്റവും അത് ഓരോ രാശിയെയും എങ്ങനെ ബാധിക്കും, അതിന് എന്താണ് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മളൊന്ന് നോക്കി. ഇനിയും നമ്മൾക്ക് ഗുരു ഭഗവാൻ ഏകദേശം ഈ മെയ് 14 മകയിരം നക്ഷത്രത്തിൽ മാറുകയാണല്ലേ. അതായത് വൃശ്ചിക രാശിയുടെ 8ാം ഭാവം. നമ്മുടെ ആചാര്യമതപ്രകാരം പലതരത്തിലുള്ള ഡിഫറൻസ്, അതായത് പലതരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ കാണുന്നു. ചിലർ പറയുന്നു 8ാം ഭാവത്തിൽ ഗുരു മറയുകയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല, കാരണം 8ാം ഭാവത്തിൽ ഗുരു മറയുന്നത് കൊണ്ട് ഗുരു ഭഗവാന് ദോഷമൊന്നും വരില്ല എന്ന് പറയുന്നു. വേറെ ഒരാൾ പറയുന്നു മിഥുനം രാശിയിലാണ് മാറുന്നത്, മിഥുനം രാശിയിലെ ഗുരു ബാധകാധിപതിയാണ്, അത് വന്നിട്ട് പോസിറ്റീവായിട്ട് വർക്കാകില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു നക്ഷത്രങ്ങളുടെ, അതായത് നമ്മൾ പറയുന്ന പോലെ യഥാക്രമം വിശാഖം, അനിഴം, കേട്ട നക്ഷത്രങ്ങളായ വൃശ്ചിക രാശിയെ, നമ്മൾ വൃശ്ചിക രാശിയാണല്ലോ എടുത്തിരിക്കുന്നത്. വൃശ്ചിക രാശിയുടെ 3 നക്ഷത്രങ്ങൾക്ക് 14ാമത്തെ നക്ഷത്രം, 12ാമത്തെ നക്ഷത്രം, 13ാമത്തെ നക്ഷത്രം, 14ാമത്തെ നക്ഷത്രമായ മകയിരത്തിലിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ നക്ഷത്രഫലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇത് എത്രത്തോളം നമ്മളെ യഥാർത്ഥമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം സുഹൃത്തുക്കളെ. നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ കാര്യങ്ങളിലേക്ക്. യഥാർത്ഥമായി ഗുരുവിൻ്റെ ഈ മാറ്റം നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ നല്ലതുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായം മാത്രമല്ല, എൻ്റെ ഗുരുക്കന്മാരുടെ അഭിപ്രായം പറയുന്നതാണ്, വളരെ ഒന്നും മാറ്റങ്ങൾ വരില്ല. സത്യം അതാണ്. പിന്നെ നമുക്ക് പറയാം, നല്ല ഈ മെയ് 14 ഗുരു അങ്ങനെ മാറുകയാണ്, അതാണ് ഇതാണ് എന്ന് പറയാം. എന്താ കാരണമെന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും വൃശ്ചിക രാശിയുടെ 7ാം ഭാവത്ത് നിന്ന് ഗുരു എന്തായിരിക്കണം ചെയ്യേണ്ടത്? അത് കറക്റ്റായിട്ട് ചെയ്തോ? അത് നമുക്ക് അനുഭവയോഗ്യമായതാണ് മുഖ്യം. എന്തും ആർക്കും പറയാം, ഏത് ഗ്രന്ഥങ്ങളിലും പറയാം, തെറ്റാണെന്ന് പറയുന്നില്ല. എല്ലാവർക്കും അത് അനുഭവയോഗ്യമായോ? ഇല്ല. കുറച്ച് പേർക്കൊക്കെ അനുഭവയോഗ്യമായി, കൂടുതൽ പേർക്കും അനുഭവയോഗ്യമാകാൻ ചാൻസ് ഇല്ല. കാരണം വൃശ്ചിക രാശിക്ക് മറ്റ് ഗ്രഹസ്ഥിതി, അതായത് ഗോചരാവസ്ഥയിലുള്ള ശനി ഭഗവാന്റെ മാറ്റവും രാഹുകേതുക്കളുടെ സ്ഥാനവും എല്ലാം വന്നിട്ട് വൃശ്ചിക രാശിയെ വന്നിട്ട് പ്രതികൂലമായ ഒരു ബാധിച്ചിരുന്നു. ആ സമയത്താണ് ഗുരു വന്നിട്ട് 7 നിന്നത് അല്ലേ. അപ്പോൾ അത് എത്രത്തോളം അതിനെക്കൊണ്ട് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഗുരുവിൻ്റെ പുറകിനെ പോകുന്നതെന്നല്ല ചോദിക്കുന്നത്. ഗുരു ഒരു വളരെ പോസിറ്റീവായിട്ടൊരു ഗ്രഹമാണെങ്കിലും മിഥുനൻ രാശിയെ സംബന്ധിച്ചോളം ഗുരു ബാധകാധിപതിയാണ്. അതൊന്നും മനസ്സിൽ വെച്ചോണം ഗുരുവിനെ എടുക്കുമ്പോൾ. പിന്നെ വൃശ്ചിക രാശിക്ക് 8ാം ഭാവത്തിലേക്ക് മറയുകയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ബാധകാധിപതി 8 മറയുന്നതുകൊണ്ട് നല്ലതല്ലേ എന്ന് ചോദിക്കും, അല്ലേ? ആണ്. യഥാർത്ഥത്തിലാണ് അതാണ് നടക്കുന്നത്. നമ്മൾ 8 മറയുന്ന ഗുരുവിനെ കൊണ്ട് ദോഷങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല സംഭവിക്കുന്നത്. വൃശ്ചികൻ രാശിയെ സംബന്ധിച്ചോളം മിഥുനത്തിൽ നിൽക്കുന്നത്, മിഥുനം എന്ന് പറയുന്നത് മിഥുനത്തിൻ്റെ അവസ്ഥ, മിഥുനത്തിലെ ഗുരു എങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ അതൊരു ബാധകാധിപതിയായിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ 8ാം ഭാവത്തിലേക്ക് മറയാണ്. ഒരു ബാധകാധിപതി 8 മറയുന്നത് നല്ലത് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഗോചര ഗ്രഹങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ കുറച്ച് എഫക്റ്റ് ആകുന്നുള്ളൂ സുഹൃത്തുക്കളെ. അത് മനസ്സിലാക്കുക. അതിൻ്റെ പുറകിന് പോകാതിരിക്കുക നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യാം.
ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമെന്നൊഴികെ നമ്മുടെ ആരൂഢത്തിനെ അങ്ങനെയല്ല അത് ബാധിക്കുന്നത്. നമ്മുടെ ആരൂഢത്തിനെ ഈ ഗോചരഗ്രഹങ്ങൾ വളരെ കുറച്ച് അനുഭവിപ്പിക്കുന്നുള്ളൂ. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും തുടർച്ചയായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരു 100 മാർക്കുള്ള ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ അതിൽ 30% മാത്രമേ ഗോചരത്തിനുള്ളൂ. 30% വന്നിട്ട് ദശാബുദ്ധിക്കാണ്. 30% ആരൂഢത്തിലുള്ള ഗ്രഹത്തിൻ്റെ അവസ്ഥയാണ്. ഏകദേശം 10% ഫെയ്റ്റ്, അതായത് എന്താ പറയുന്നത്, ദൈവം അഥവാ ആ യൂണിവേഴ്സൽ പവർ. അപ്പം നമ്മളതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം. ഈ 30%-ലും കർമ്മകാരകനായിട്ടുള്ള ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കർമ്മദോഷങ്ങളെ നമുക്ക് വീതിച്ചു തരാനും അതിന് നല്ലതും കെട്ടതും അടക്കാനുമായിട്ട് നിയോഗിക്കപ്പെട്ട സാറ്റേൺ എന്ന എനർജി, വളരെ പോസിറ്റീവായിട്ട് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ഗുരു എന്ന എനർജി, ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ 30 വളരെ ഒരു ചെറിയ പോർഷൻസേ ഉള്ളൂ ഇതിനൊക്കെ വീതിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ ഈ മാറ്റത്തെ പറ്റി വലുതായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തന്നെ 50% അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഗുരു ഇതിപ്പോൾ 5-ലോ 7-ലോ നിൽക്കുന്ന വൃശ്ചികരാശിക്കെല്ലാം നല്ലത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് സംഭവിച്ച് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ നമുക്ക് എന്തും ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ തന്നെ നമുക്ക് എടുക്കാം. ഈ ഗുരു വന്നിട്ട് പറഞ്ഞ മാതിരി നമുക്ക് ഒരു പരിഹാര സൈഡിലേക്ക് വന്നാൽ, വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപൻ തന്നെ ഗുരുവാണ് അല്ലേ. അപ്പം ഈ നമുക്കിപ്പം പരിഹാരം എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വൃശ്ചിക രാശിയുടെ അധിപനാണ് ചൊവ്വ അല്ലേ. വൃശ്ചിക രാശിയുടെ അധിപനാണ് ചൊവ്വ. അതിൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപനാണ് ഗുരു. വിശാഖം നക്ഷത്രം ഒരു അഗ്നി സ്വഭാവമുള്ള നക്ഷത്രമാണ്. മകയിരത്തിലാണ് ഇപ്പോഴുള്ള ഗുരു ഇരിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ മകയിരം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രവുമാണ്. അപ്പോൾ നമുക്കിതിനെ എല്ലാം ഒന്ന്, അതായത് ഗുരു ചൊവ്വ മൂന്നിനെയും കൂടെ കണക്ട് ചെയ്ത് അതിൻ്റെ പഞ്ചഭൂതമായിട്ടുള്ള അഗ്നിയെയും കണക്ട് ചെയ്ത് നമുക്കൊരു പരിഹാരം എടുക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പം ഗുരുവിൻ്റെയും ചൊവ്വയുടെയും കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുച്ചെന്തൂർ മുരുകനാണ്. തിരുച്ചെന്തൂർ മുരുകന് വ്യാഴാഴ്ച ഗുരുവിൻ്റെ വളരെ വലിയൊരു എനർജി പ്ലസ് അന്ന് പ്രത്യേകിച്ച് പൗർണമിയും കൂടെ ആണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാം വല്ലാത്ത ഒരു ഗുരുവിൻ്റെ എനർജി കിട്ടുന്ന ദിവസമാണെന്ന്. അന്ന് അവിടെ പോയിട്ട് ഭഗവാൻ ഒരു നെയ്ദീപം കൊളുത്താൻ പറ്റിയാൽ, കാരണം നെയ്യ് എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് അല്ലേ, മുരുകൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പം ഈ കോമ്പിനേഷൻസ് എല്ലാം വരുന്ന ദിവസം അവിടെ പോയി ഭഗവാന് ഒരു നെയ്ദീപം കൊളുത്താൻ പറ്റിക്കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഗുരുവിന് വിശാഖ നക്ഷത്രത്തിനൊരു പരിഹാരം അത് തന്നെയാണ്. സപ്പോസ് ഇപ്പോൾ നമുക്ക് തിരുച്ചെന്തൂർ വരെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ തിരുച്ചെന്തൂർ മുരുകനെ നമ്മുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ മുരുകക്ഷേത്രത്തിലോ പോയിട്ട് തിരുച്ചെന്തൂർ മുരുകൻ്റെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവിടെ അത് ചെയ്താലും അത്രയും ഫലം കിട്ടിയില്ലെങ്കിലും കുറച്ച് ഫലം കിട്ടും. കാരണം നമ്മുടെ മനസ്സിനാണ് ഏറ്റവും ഫസ്റ്റ് മാർക്ക് അല്ലേ. പിന്നെ നമ്മുടെ വൈബ്രേഷൻ അവിടെ പോയാൽ തീർച്ചയായിട്ടും കൂടുതലാണ്, അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ കിട്ടും. അത് തെറ്റെന്നുള്ള കാര്യമല്ല, അതാണ് ശരി. എന്നാൽ എല്ലാവർക്കും തിരുച്ചെന്തൂർ പോകാൻ പറ്റില്ലല്ലോ. അടുത്തത് അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് ശനിയാണ്. അതൊരു ജലസ്വഭാവമുള്ള നക്ഷത്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ചൊവ്വ വന്നിട്ട് മകയിരം നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ചൊവ്വ സ്വഭാവം, പിന്നെ ശനിയുടെ സ്വഭാവം, ഗുരുവിൻ്റെ സ്വഭാവം. ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ നമുക്ക് തിരുച്ചെന്തൂർ എടുക്കാം, തിരുച്ചെന്തൂർ മുരുകനെ എടുക്കാം. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഒരു ശിവലിംഗമുണ്ട്.
ശിവലിംഗം വളരെ പ്രശസ്തമാണ് കേട്ടോ. അത് നമ്മളവിടെ പോയി വളരെ അതായത് തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പോയി കാണാൻ നോക്കിയാൽ നമുക്കതൊക്കെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പോയാൽ ആ ശിവലിംഗം എന്ന് പറയുന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശനി ഭഗവാന്റെ ഒരു എനർജി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം അവിടെ പോയിട്ട് ഈ ശിവലിംഗത്തിന് പോയിട്ട് ഒരു വിളക്ക് വയ്ക്കാൻ നമുക്ക് സാഹചര്യം ഒന്നെങ്കിൽ അതും വന്നിട്ട് നമുക്ക് അതായത് നെയ്വിളക്ക് വെക്കാൻ പറ്റുക എന്നൊന്ന് പറ്റിയെങ്കിൽ ഈ ഒരു അനിഴം നക്ഷത്രത്തിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ അതല്ല നമുക്ക് വേറെ തരത്തിലുള്ള കോമ്പിനേഷൻസ് നമുക്ക് എടുക്കാം. അതൊക്കെ അവരവരുടെ ഔചിത്യം അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ പരിഹാരം കണ്ടുപിടിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞു തന്നാൽ ആ മുറകൾ ഇത് നമ്മൾ ഇത് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള എനർജികളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അതൊരു നല്ല ജ്യോതിഷാചാര്യനെ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ പോയിട്ട് പർട്ടിക്കുലറായിട്ടുള്ള പരിഹാരങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളില്ലായ്മ അങ്ങനെയുള്ള പരിഹാരങ്ങളുണ്ട്. പിന്നെ പലതരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ അതുപോലെ പിന്നെ അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന വളരെ എന്താ പറയുന്നത് വ്യത്യസ്തമായ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന കാര്യങ്ങളൊക്കെ വരുമ്പം അതിന് തീർച്ചയായിട്ടും ഒരു നല്ല ജ്യോതിഷാചാര്യനെ കണ്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി പറയുന്ന ക്ഷേത്രത്തിൽ പറയുന്ന സമയത്ത് പറയുന്ന പരിഹാരം ചെയ്ത്, കാരണം ഇതൊന്നും അവർ പറയുന്നതല്ല, അവർക്ക് ആചാര്യന്മാരാൽ അവരുടെ ഗുരുക്കന്മാരാൽ കൊടുത്തിരിക്കുന്ന ചില രഹസ്യങ്ങളാണത്. ആ രഹസ്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നുള്ളവർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു 100 മാർക്കിൽ ഒന്നും കിട്ടുക 0യിൽ നിൽക്കുന്നത് ഒരു 60 മുതൽ 70% സക്സസ് ആകും. പക്ഷേ ഇതിന് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് വേണം. നമ്മൾ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് പൈസയുണ്ട് പരിഹാരം ചെയ്യാമെന്ന് വിചാരിക്കരുത് സുഹൃത്തുക്കളെ, അത് നടക്കില്ല. കാരണം പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കർമ്മദോഷങ്ങളെയാണ് ക്രോസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിക്കും. ഒന്നിൽ ഭർത്താവ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കില്ല. ഇത് 2 സമയമാണെങ്കിൽ വേറെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ യാത്രാ മുടക്കങ്ങളുണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊക്കെ കാരണം ഈ കർമ്മദോഷം മാറ്റാൻ നമ്മൾക്ക് ആ വിധി നമ്മളെ അനുവദിക്കുന്നില്ല. കാരണം നമുക്ക് അനുഭവിക്കാനായിട്ട് തന്നതാണത്. അത് നമ്മളല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വിധിയെ മതിയാൽ വെല്ലുമെന്ന് പറയാം. എന്താ പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നമ്മളതിനെ ക്രോസ് ചെയ്യണം. ബുദ്ധി എന്താണ്? നമ്മൾ പെർഫെക്റ്റ്, നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ ആ പരിഹാരങ്ങൾ ചെയ്യണം, വിശ്വാസത്തോടെ ചെയ്യണം. ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശമൊക്കെ നമ്മുടെ ജീവിതത്തിനെ ക്രോസ് ചെയ്യാൻ പറ്റും. എല്ലാം പോസിറ്റീവായിട്ട് നടക്കാനൊക്കില്ല. അത് കാരണം ഈ ഭഗവാന്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് നമ്മുടെ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വരവാണ്. ആ വരത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ എത്രത്തോളം ഭഗവാനോട്, ഞാൻ ഏത് ഭഗവാനെന്നൊന്നും പറയുന്നില്ല, കാരണം എല്ലാം ഭഗവാനാണ്. ആ എനർജിയോട് എത്രത്തോളം ക്ലോസ് ആയിട്ട് നമ്മളെ കൊണ്ട് പോകാൻ പറ്റുമോ, എന്നാൽ മാത്രമേ അതും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പൈസയ്ക്ക് ഒരു ഭഗവാനും സപ്പോർട്ട് ചെയ്യത്തില്ല. എനിക്ക് 1 കിലോ സ്വർണം തന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യം സാധിച്ചു തരാമെന്നൊക്കെ പറഞ്ഞത് അതൊന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് മാത്രമേ അവിടെ പ്രയോജനമുള്ളൂ. അതുപോലെ പരിഹാരം ചെയ്യാൻ പോകുന്നത് ഒരു ടൂർ പ്രോഗ്രാം പോകുന്ന പോലൊന്നും പോകരുത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതെ. ടൂർ പ്രോഗ്രാം പൊയ്ക്കോ, അത് പ്രശ്നമൊന്നുമില്ല. ടൂറിന് പോകുന്നത് നമ്മുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പരിഹാരവും ടൂറും കൂടെ ക്ലോസ് ചെയ്ത് പോകരുത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ മാറില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളൊരു ആ ഒരു ലെവലിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പരിഹാരം ചെയ്യുന്ന ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വ്രതമെടുക്കണം. വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ പോകണം. വളരെ വിശ്വാസത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ നമ്മളെ അവതരിപ്പിക്കണം. അവിടെ പോയി നമ്മൾ ചെയ്യുന്ന സങ്കല്പങ്ങൾ ഇതെല്ലാം നമുക്ക് മാർഗ്ഗം വീഴുന്ന സാധനമാണ്. ആ മാർഗ്ഗം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിധിയെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഫ്ലവർ മെഡിസിൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് വിശാഖം നക്ഷത്രത്തിന് വന്നിട്ട് വൈൽഡ് ഡോട്ട് പ്ലസ് ഇംപേഷ്യൻറ്റ് എന്ന് പറയുന്ന ഫ്ലവർ മെഡിസിൻ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ഗുരുവിൻ്റെ ഈ മാറ്റങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും. അതുപോലെ അനിഴം നക്ഷത്രത്തിന് സ്റ്റാർ ഓഫ് ബെത്ലഹേം പ്ലസ് ഇംപേഷ്യൻ്റ് ഉപയോഗിക്കാം. കേട്ട നക്ഷത്രത്തിന് ELM പ്ലസ് ഇംപേഷ്യൻ്റ് ഉപയോഗിക്കാം. ഇതൊക്കെ ബാച്ച് ഫ്ലവർ മെഡിസിൻസിൽപ്പെട്ട ചില ഉപാധികളാണ്. നമ്മൾക്ക് ക്ഷേത്രപരിഹാരങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഫ്രണ്ട്സിന് ഇത് വളരെ ഉപകാരമായിരിക്കും. അങ്ങനെ ഉപകാരമായിട്ട് കാണുന്നുണ്ട്. വെസ്റ്റേൺ അസ്ട്രോളജിയിലൊക്കെ ഇതാണ് കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ക്ഷേത്രപരിഹാരങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അതിന് കാരണം. ഇനിയും സുഹൃത്തുക്കളെ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം ആ രാശിയെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു ദേവതയ്ക്കേ കഴിയുള്ളൂ. അത് സത്യമാണ് കേട്ടോ. രാശിയധിപൻ ചൊവ്വയാണ്, സമ്മതിച്ചു. മറ്റ് സ്റ്റാർ ലോഡ്സ്, അതായത് ഗുരുവും യഥാക്രമം ശനിയും യഥാക്രമം ബുധനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള രാശിയാണ്. അതിന് സംശയമില്ല. എന്നാൽ അതിൽ വന്നിട്ട് ചന്ദ്രൻ നീചമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കിക്കോണം. ചന്ദ്രൻ്റെ ഈ നീചത്വം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാശിയെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. മാനസികമായിട്ട് അവരെപ്പോഴും വളരെ കൺഫ്യൂഷനിലും വളരെ ടെൻഷനിലുമായിട്ടിരിക്കും. അത് 3 നക്ഷത്രങ്ങൾക്ക് 3 വിധമായിരിക്കുമെന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പം അതിനെ ഒരു ദേവതയ്ക്കേ കഴിയുള്ളൂ. ചന്ദ്രൻ്റെ നീചാവസ്ഥയെ ബലപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരേ ഒരു ആചാര്യന്മാരാൽ പറയപ്പെടുന്നതാണ് ഭദ്രകാളി അല്ലെങ്കിൽ മഹാകാളി. അപ്പം ആ മഹാകാളി അമ്മയെ നമ്മൾ പൂജിക്കുക. മഹാകാളിയും ഭദ്രകാളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? മഹാകാളി എന്ന് പറയുന്നത് ശിവൻ്റെ പത്നിയാണ്. ഭദ്രകാളി എന്ന് പറയുന്നത് ശിവൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ഉള്ള ആ മഹാകാളിയും അവിടെ ഭദ്രകാളി സങ്കല്പവും മഹാകാളി സങ്കല്പവും ഉണ്ട്. അങ്ങനെ മേജറായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി ആ ദേവതയെ അതേ രീതിയിൽ പൂജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൃശ്ചികരാശിക്ക് ഒരു മനോബലം കിട്ടും. അവർക്ക് എന്ത് ചെയ്താൽ എങ്ങനെ പോകാം എന്നുള്ള ഒരു സൊല്യൂഷൻസ് അവിടെ വരും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുടെ ജാതകത്തിലെ ഗണ്ഡാന്ത ദോഷങ്ങളോ കാശി ദോഷങ്ങളോ അങ്ങനെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് ആ മുടക്കുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 7ാം ഭാവം മുടക്കായ വിവാഹം വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാൻ, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. 8ാം ഭാവം മുടക്കുകയാണെങ്കിൽ ദാമ്പത്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും, പലതരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിക്കും. 12ാം ഭാവം മുടക്കുകയാണെങ്കിൽ ശയനസുഖങ്ങൾ കിട്ടില്ല, അതുപോലെ നഷ്ടങ്ങൾ സംഭവിക്കും. അതുപോലെ 1ാം ഭാവം മുടക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാനേ പറ്റില്ല. ആ ജാതകം അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇനി എന്തൊക്കെ യോഗം ഉണ്ടെങ്കിലും അത് അവിടെ നിൽക്കും. അങ്ങനെ ഓരോ ഭാവത്തിനും ഇപ്പോൾ 5ാം ഭാവം മുടക്കുകയാണെങ്കിൽ സന്താന ദോഷം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ, എന്തൊക്കെ ഗ്രഹങ്ങൾ എവിടെ നിന്ന് നിൽക്കുന്നു അത്ര സൂപ്പറാണ്, എല്ലാം ഉച്ചത്തിലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നല്ലൊരു ആചാര്യനെ കണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷനിവർത്തികൾ ചെയ്ത് അതിനുശേഷം ഗ്രഹമാറ്റങ്ങളുടെയും ഈ ഗോചരാവസ്ഥകളുടെയൊക്കെ മനസ്സിലാക്കി പരിഹാരം ചെയ്താൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു 50 മുതൽ 60% വരയ്ക്കും നമുക്ക് നമ്മുടെ ജാതകത്തെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ അധികം നീട്ടുന്നില്ല, ഇതിവിടെ ചുരുക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ്. അതെനിക്ക് കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും അതുമൂലം അവർക്കും പ്രയോജനപ്പെടും. അത് വന്നിട്ട് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം നിങ്ങൾക്കൊരു വലിയ ഹെൽപ്പായിരിക്കും. കാരണം നമ്മൾ നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത് നടക്കും, നല്ല ഒരു പ്രയോജനം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അമ്മ മഹാകാളിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.